ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ബ്രൈറ്റ് അക്കാഡമി നടത്തുന്ന കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ടാണ്. നമ്മളെല്ലാവരും ഓരോ കുടുംബങ്ങളിൽ നിന്നാണ് ഇന്ന് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് ഇന്ന് സംസാരിക്കാൻ കിട്ടിയ വിഷയം കുടുംബവുമായി ബന്ധപ്പെട്ടുമാണ്. നമ്മളുടെ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കുടുംബത്തിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മളുടെ ഓരോ ജീവിതത്തിലും അത് പ്രാബല്യത്തിൽ വരുത്തുന്നത്. കുടുംബത്തിൽ മുതിർന്നവരും പ്രായമുള്ളവരും എല്ലാമുള്ള കൂട്ടുകുടുംബങ്ങളായിരുന്നു മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്നെല്ലാം അണുകുടുംബങ്ങളാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ, പലരും പറഞ്ഞതുപോലെ, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥലമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊരു വീട് വയ്ക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ മുൻപുണ്ടായിരുന്നത് പോലെയുള്ള ഒരു സന്തോഷം ഇന്നത്തെ അണുകുടുംബങ്ങളിലില്ല. നമ്മൾക്ക് വീട്ടിൽ മുതിർന്നവരുണ്ടായാൽ നമ്മൾക്കൊരു യാത്ര പോകുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഒരു കാവൽക്കാരായിട്ടാണ് നമ്മുടെ കുടുംബത്തിൽ അവരുള്ളത്. പക്ഷെ അവരുടെ നഷ്ടം അവർ ഈ ഭൂമിയിൽ നിന്നും മറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, അവരുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആശിച്ചു പോകും. അന്നേരം കുടുംബത്തിലെ ഒരാൾ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വേദന നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഈ ബ്രൈറ്റ് അക്കാഡമിയുടെ ഒരു പുതിയ കുടുംബ സംഗമമാണിത്. ഇതിൽ കൂടിയിരിക്കുന്നവരെല്ലാം വീണ്ടും നമ്മൾക്ക് ഇതേപോലെയുള്ള സംഗമങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ വരുന്നതെന്ന്. നമ്മൾക്കെല്ലാവർക്കും ഇത് കുടുംബ സംഗമത്തിൻ്റെ ഒരു അധ്യക്ഷ സ്ഥാനം വഹിക്കുവാൻ എനിക്ക് ഇടയാക്കിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതേപോലെ പല കുടുംബങ്ങളിലും അധ്യക്ഷ സ്ഥാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. നമ്മൾ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അതിന് അധ്യക്ഷൻ, ഉദ്ഘാടകൻ, സ്വാഗത പ്രസംഗം, നന്ദി പ്രകാശനം, ഇതെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം നമ്മുടെ ഈ കുടുംബ സംഗമത്തിൽ ഇന്ന് നമ്മൾ വന്നിരിക്കുമ്പോൾ തന്നെ ഇതിനെപ്പറ്റി എല്ലാം നമുക്ക് പറഞ്ഞു തരുവാനും നമ്മൾക്ക് മനസ്സിലാക്കുവാനും ഫൈസൽ സാർ നമ്മളെ സഹായിച്ചു. നമ്മളൊരു അംഗത്തെ പോലെ, നമ്മളൊരു സംഘാടകൻ എന്നുള്ളതല്ല, നമ്മളൊരു അംഗത്തെ പോലെ എല്ലാ കാര്യവും നമ്മൾക്ക് നമ്മുടെ ചെറിയ പ്രായത്തിലേക്ക് നമ്മളെ എല്ലാവരെയും എത്തിച്ചുകൊണ്ട് നമ്മളെ വഴി നടത്തി. ഇനി ഒരുപാട് കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കുവാനുണ്ട്. അതെല്ലാം സംബന്ധിച്ച് എല്ലാം കണ്ട് തൃപ്തരായി വേണം നിങ്ങൾ ഇവിടെ നിന്ന് പോകുവാൻ. എനിക്ക് ശേഷം മുഖ്യ ഉദ്ഘാടകനെ ഈ വേദിയിലേക്ക്, അബ്ദുൽ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.